ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഈറ്റിംഗ് ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്കും ഡിന്നറും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വാട്ട് ഈറ്റിംഗ് ഡേ ആണ്. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഹോം മെയ്ഡ് ഡിഷസ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരുന്നത് പൂരിയാണ്. പൂരിയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പൊട്ടറ്റോ ബാജി ഉണ്ടല്ലോ, അതുമായിരുന്നു. പിന്നെ ചായയും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനാണ് നമ്മുടെ പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ബാജി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ അതൊന്ന് ചെന്ന് കാണുക. അത് കണ്ടതിന് ശേഷം ഈ രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ ചെയ്തു പോകുന്നത് ഒരു കംപ്ലീറ്റ് ഡേയിൽ ഓരോ ദിവസത്തെയും കംപ്ലീറ്റ് മീൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാട്ട് ഈറ്റിംഗ് ഡേയും പിന്നെ വളരെ കുറച്ച് ചെറിയ ചെറിയ റെസിപ്പീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റെസിപ്പി വീഡിയോസുമാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ടായിട്ട് നമ്മൾ വാട്ടർ മെലൺ കട്ട് ചെയ്ത് കഴിച്ചു. വളരെ മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർ മെലൺ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ചിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചണിൽ കയറി. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നത് നമ്മൾ മത്തങ്ങയും പയറും ഇട്ടിട്ടുള്ള എരിശ്ശേരി അല്ല, മത്തങ്ങ മാത്രം തേങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു മത്തങ്ങ ഒഴിച്ച് കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ കൂടുതലായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയൊക്കെ കൂടുതലായിട്ട് വെക്കാറുണ്ടായിരുന്നത് മത്തങ്ങ എരിശ്ശേരി ആയിരുന്നു. മത്തങ്ങയും വൻപയറും ഇട്ടിട്ടുള്ള കറിയായിരുന്നു. ചിലർ മത്തങ്ങയും പരിപ്പും ഇട്ടിട്ട് കറി വെക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ മത്തങ്ങയും ചെറുപയറും ഇട്ടിട്ടും അങ്ങനെ എന്തുകൊണ്ട് വേണമെങ്കിലും എരിശ്ശേരി വെക്കാം. മത്തങ്ങയുടെ കൂടെ പരിപ്പോ പയറോ പലതരം പയറുകൾ ആഡ് ചെയ്തിട്ട് ഒക്കെ എരിശ്ശേരി വെക്കാം എന്ന് എനിക്ക് പിന്നീടുള്ള അറിവായിരുന്നു. ഇന്ന് എന്താണേലും മത്തങ്ങ മാത്രം വെച്ചിട്ടുള്ള തേങ്ങ ഒക്കെ ഒന്ന് അരച്ച് ചേർത്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു 5 മിനിറ്റ്സിൽ റെഡിയാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് ഇന്ന് നമുക്ക് ലഞ്ചിന് സ്പെഷ്യലായിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ പറഞ്ഞിട്ടുള്ള റെസിപ്പി വീഡിയോ, അതായത് എൻ്റെ മത്തങ്ങ ഒഴിച്ച് കറിയുടെ റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ എൻ്റെ വാട്ട് ഈറ്റിംഗ് ഡേയുടെ ഭാഗമായിട്ട് കിച്ചണിലെ കുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് ഷെയർ ചെയ്തു പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ അത്യാവശ്യം വെന്തതിന് ശേഷം നമ്മൾ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്തു. ഞാനപ്പോൾ എൻ്റെ ഈ അരപ്പിൽ എന്തൊക്കെയാണ് ചേർത്തതെന്നും ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റെസിപ്പി വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇനി കിച്ചണിൽ ബാക്കിയുള്ള പല കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഒരുപാട് ഐറ്റംസ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കിച്ചണിൽ നിന്ന് കയറിയിട്ട് നമുക്ക് ടേബിളിൽ എന്തൊക്കെയാണ് റെഡിയാക്കി വെച്ചത്, ലഞ്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് ഉണ്ടായിരുന്നതെന്ന് ഞാൻ ടേബിളിൽ എത്തിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് 1-2 കൂട്ടം ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് കറികൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിൻ്റെ കറികൾ ഓരോന്നായിട്ട് ടേബിളിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മത്തങ്ങ ഒഴിച്ചുകറിയുടെ റെസിപ്പി വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമ്പനെയിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആ ഒരു റെസിപ്പി വീഡിയോയുടെ ഫോട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വത്തൽമുളകും അതുപോലെ തന്നെ ഒരു കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഞാൻ 1-2-3 ഫോട്ടോസ് എടുക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചോറിന് കറിയായിട്ട് ഇതും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാട്ട് ഈറ്റിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ച ഐറ്റംസൊക്കെയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മത്തങ്ങ ഒഴിച്ച് കറി റെഡിയാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു ചോറുണ്ണുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ ആ ഒഴിച്ച് കറി ഒരു ബൗൾ എടുത്തിട്ട് നന്നായിട്ട് കഴിച്ചു. അതിനുശേഷം കുറച്ചും കൂടെ നേരം കഴിഞ്ഞപ്പോഴാണ് ആ ചോറ് കഴിച്ചത്. എന്നാന്ന് വെച്ചാൽ ഈ ഒരു മത്തങ്ങ ഒഴിച്ച് കറി അല്ലെങ്കിൽ മത്തങ്ങ
എരിശ്ശേരി, പിന്നെ ഇതുപോലെയുള്ള പരിപ്പ് കറി, ചെറുപയർ കറി, വൻപയർ കറി, ഈ വക ഐറ്റംസ് ഉണ്ടല്ലോ. എനിക്ക് ഈ പരിപ്പ് പയർ ഒക്കെ അതിനോടൊരു പ്രത്യേക ടേസ്റ്റാണ്, താല്പര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു ചെറിയ പോർഷൻ, ഒരു ചെറിയ ബൗളിൽ കഴിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹെൽത്ത് വൈസും ഇതൊക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഈ പരിപ്പും. നല്ല ടേസ്റ്റോട് കൂടി വെക്കണം കേട്ടോ, നല്ല ടേസ്റ്റോട് കൂടി വെക്കണം. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കോംപ്രമൈസ് ഒന്നുമില്ല. ഏതൊരു ഫുഡാണെങ്കിലും, എത്ര സിമ്പിളായിട്ടുള്ള ഫുഡാണെങ്കിലും ടേസ്റ്റോട് കൂടിയിട്ട് കുക്ക് ചെയ്ത് ടേസ്റ്റോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി. അപ്പോൾ കുറച്ച് ചോറ് വിളമ്പി, ആ മത്തങ്ങ എരിശ്ശേരിയൊക്കെ, മത്തങ്ങ ഒഴിച്ചെറിയൊക്കെ കഴിച്ചതുകൊണ്ട് ഒരുപാട് ചോറൊന്നും ഞാൻ വിളമ്പുന്നില്ല. കുറച്ച് ചോറെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മത്തങ്ങ ഒഴിച്ച് കറി. പിന്നെ ഫിഷായിട്ട് ഇന്ന് റെഡിയാക്കിയിരുന്നത് അയല മീൻ പൊരിച്ചതാണ്. പിന്നെ നമ്മുടെ തലേ ദിവസത്തെ മത്തി കുരുമുളകിട്ട കറി ചട്ടിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പുളിയൊക്കെ ഇറങ്ങി ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നും കൂടെ ഇറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു മത്തി പറ്റിച്ചതുണ്ടല്ലോ, മത്തി പറ്റിച്ചതോ കുരുമുളകിട്ട് മത്തി വറ്റിച്ചത്, അതും കൂടെ ഞാൻ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. പിന്നെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി, അതും ഒരു സെമി ഗ്രേവിയാണേ. അപ്പോൾ അതൊരു സെമി ഗ്രേവിയിലായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരുപാട് കറികളും കാര്യങ്ങളും ഒന്നും വെച്ചില്ല. കാര്യം എന്താ വെച്ചാൽ മത്തങ്ങ കൂടുതൽ എടുത്തിട്ട് ആ ഒരു ഫിഷ് ഫ്രൈയും പപ്പടം പൊരിച്ചതും ഒക്കെ കൂട്ടി കഴിക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ കുരുമുളകിട്ട ആ മത്തിക്കറി ഉണ്ടല്ലോ, അതും കൂടെ ചോറിൽ ചേർത്ത് ഇളക്കി കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ആസ്വദിച്ച് എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് കഴിച്ചു. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം മധുരമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ഡേറ്റ്സിൽ പിസ്ത ഫില്ല് ചെയ്തിട്ട് നമ്മൾ മാവിലൊക്കെ മുക്കി പൊരിച്ചിട്ടുള്ള ആ ഒരു റെസിപ്പി കാണാത്തവർ അതും ചെന്ന് കാണുക. അപ്പോൾ അതിൻ്റെ കുറച്ച് മിച്ചം ഉണ്ടായിരുന്ന ഡേറ്റ്സ്, ഈന്തപ്പഴം പൊരിച്ചത് ഞാനൊരു 2-3 എടുത്ത് കഴിച്ചു. അതിനുശേഷം ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ബട്ടർ കുക്കീസ്, 2-3 ബട്ടർ കുക്കീസും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 5:36 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ ചായ ഇടാനായിട്ട് കിച്ചണിൽ കയറി. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ഇന്ന് റെഡിയാക്കുന്ന 4 മണി പലഹാരം, ഈവനിങ് സ്നാക്ക് എന്ന് പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഈവനിങ് സ്നാക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ആ സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടി നമ്മൾ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ ബോംബെ ടോസ്റ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ ബ്രെഡ് പൊരിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ റെസിപ്പി ഷെയർ ചെയ്തു. ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ആ ഒരു നാടൻ ബ്രെഡ് പൊരിച്ചതുണ്ടല്ലോ, അതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഞാനിത് ഒരുപാട് അങ്ങ് ചെയ്തിട്ടില്ല. ഞാൻ 1-2 തവണയാണ്, രണ്ടാമത്തെ തവണയും കണ്ടാണ് ഈ ഒരു ഐറ്റം ഫസ്റ്റ് ടൈം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് 2-3 മിനിറ്റ്സിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ അന്വേഷിച്ച കൂട്ടത്തിൽ ഈ ബ്രെഡ് പൊരിച്ചത്, നമ്മുടെ ചായക്കടയിലെ നാടൻ ബ്രെഡ് പൊരിച്ചത് റെസിപ്പി എൻ്റെ മൈൻഡിലേക്ക് വന്നു. അപ്പോൾ ഇത് ഒരു ദിവസത്തെ റെസിപ്പി വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഐറ്റംസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പുതിയതായിട്ട് കുക്കിങ്ങിലേക്ക് കയറുന്ന പിള്ളേർക്കൊക്കെയാണ് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ എന്ന് പറയുന്നത്. വീട്ടമ്മമാരുണ്ടല്ലോ, വലിയ കുക്കിംഗ് മേഖലയിൽ വലിയ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കും, ഇതെന്താണ്, ഇതൊക്കെയാണോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ കൊച്ചു റെസിപ്പീസ് മെയിനായിട്ട് ബാച്ചിലേഴ്സിനെയും അതുപോലെ തന്നെ കുക്കിംഗ് അറിയാത്ത കുട്ടികളും ഒക്കെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ മുൻനിർത്തി ചെയ്യുന്ന ചെറിയ സ്നാക്ക് റെസിപ്പീസാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. പഴംപൊരിയുടെ ബാറ്റർ റെഡിയാക്കിയിട്ട് അതിലേക്ക് തിരിച്ചും മറിച്ചും ബ്രെഡ് നന്നായിട്ടിട്ട് മുക്കി പൊരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്ക് റെസിപ്പി എന്ന് പറയുന്നത്. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ആ മാവിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം ചായക്കടയിലെ തനി നാടൻ ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അടുത്ത ദിവസം ഒരു റിപ്പീറ്റേഷനായിട്ട് എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് തോന്നുവാണെങ്കിൽ അതൊരു ബോറടി ആവുമല്ലോ.
അതുകൊണ്ട് തന്നെ ഞാനിത് ഇന്ന് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ബ്രെഡ് പൊരിച്ച് ടേബിളിലേക്ക് മാറ്റുകയാണ്. അപ്പം ഇത് അത്യാവശ്യം എണ്ണയൊക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ച് കൂടുതൽ നേരം ടിഷ്യൂലൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ എണ്ണയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ടേബിളിലേക്ക് എടുക്കുവാണ്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കൂടുതൽ എണ്ണം പൊരിച്ചായിരുന്നു. പിന്നെ ഇതിൽ ഷുഗറൊക്കെ ആഡ് ചെയ്തത് വളരെ കുറച്ച് ഷുഗറേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, മധുരം എന്ന് പറയുന്നത് കൂട്ടുവോ കുറയ്ക്കുവോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഞാനെന്ന് പറയുന്നത് വളരെ കുറച്ച് നമ്മൾ കടകളിൽ നിന്ന് ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന 4 മണി ബ്രെഡ് പൊരിച്ചത് അത്യാവശ്യം നല്ല മധുരത്തിലാണ് കഴിച്ചത്. പക്ഷേ ഞാൻ വീട്ടിൽ പൊരിച്ചപ്പോഴത്തേനും മധുരം മനഃപൂർവ്വം കുറച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുകയാണ്, ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ബ്രെഡ് പൊരിയുടെ ടേസ്റ്റ് കൂടുതൽ. മധുരമൊക്കെ കൂട്ടിയിട്ട് പൊരിക്കുമ്പോഴത്തേനാണ്. അപ്പോൾ ഞാൻ എന്താണേലും മധുരം കുറച്ചിട്ട് തന്നെയാണ് സ്നാക്ക് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ വൈകുന്നേരം 1 കപ്പ് ചൂട് ചായയും പിന്നെ 1-2 ബ്രെഡ് പൊരിച്ചതും കൂട്ടിയിട്ട് ഞാൻ വൈകുന്നേരത്തെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ ഇതും ആയി. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ടുള്ള ഡിന്നർ കഴിക്കലോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഡിന്നറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് വലിയ രീതിയിൽ കുക്കൊന്നും ചെയ്യുന്നില്ല ഞാൻ. നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡിന്നറിന് വേണ്ടി തട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ പൂരിക്ക് വേണ്ടി റെഡിയാക്കിയ ബാജി ഉണ്ടല്ലോ, പൊട്ടറ്റോ ബാജി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദോശയുടെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് തട്ടിക്കൂട്ടി പെട്ടെന്നൊരു തേങ്ങാ ചമ്മന്തിയും അരച്ചു. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള മസാല ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പൂരിയുടെ പൊട്ടറ്റോ ബാജി ഉള്ളിൽ വെച്ചിട്ടും തലേ ദിവസത്തെ ദോശമാവും വെച്ചിട്ട് ഒരു സൂപ്പർ ഡിന്നർ തന്നെ നമ്മൾ റെഡിയാക്കി. അപ്പോൾ എൻ്റെ മോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് മസാല ദോശ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.